കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തി യോസേപ്പ് പിതാവിന്റെ അനുഭവങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അവർ പറയുകയാണ്, എനിക്ക് ചെറുപ്പം മുതൽ യോസേപ്പ് പിതാവിനോട് വലിയ വലിയ സ്നേഹമാണ്. ഞാൻ യോസേപ്പ് പിതാവിനെ അപ്പച്ച എന്നാ വിളിക്കുന്നത്, ചാച്ച എന്നാ വിളിക്കുന്നതെന്ന്. ചാച്ചൻ തന്നെ പറഞ്ഞ പദമാണ് ഉപയോഗിച്ചത്. ഞാൻ ചാച്ച എന്നാ പറയുന്നത്. ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും ചാച്ചനോട് പറയും. ചാച്ചൻ അത് എനിക്ക് എല്ലാം നടത്തി തരും. അപ്പോൾ എന്തൊരു സ്നേഹമാ! സ്വന്തം ചാച്ചനോടുള്ള വലിയൊരു സ്നേഹം നമുക്ക് യോസേപ്പ് പിതാവിന് ഉണ്ടാകുക. അപ്പൊ യോസേപ്പ് പിതാവിനെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ചാച്ചൻ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് യോസേപ്പ് പിതാവിനെ സ്നേഹിക്കാം. അങ്ങനെ യോസേപ്പ് പിതാവിനെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, എനിക്ക് എപ്പോൾ ആവശ്യമുണ്ടോ എപ്പോഴും ഞാൻ എന്റെ ചാച്ചനെ കുറിച്ച് ഓർക്കും. ചാച്ചനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ ചാച്ചനെ അത്രയധികം സ്നേഹിക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, പരീക്ഷാ ഹാളില്, പിന്നീട് ഏതൊരു അവസരത്തിലും എനിക്കൊരു മാനസിക വിഷമം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞാൻ എന്റെ ചാച്ചനോട് പറയും. ചാച്ചൻ എന്നെ വളരെയധികം സ്നേഹിക്കും എന്ന് പറഞ്ഞിരിക്കുക. ഇതാണ് നിങ്ങൾ യോസേപ്പ് പിതാവിനെ സ്നേഹിക്കണം. നമുക്ക് യോസേപ്പ് പിതാവിനെ സ്നേഹിക്കാം. നമുക്ക് നല്ലൊരു ചാച്ചനായിട്ട്, ഈശോയുടെ ചാച്ചനായിരുന്നല്ലോ യോസേപ്പ് പിതാവ്. അതുകൊണ്ട് നമ്മുടെയും ചാച്ചനായിട്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം. ഏതൊരവസരത്തിലും ഈശോയോട് അപേക്ഷിക്കാം. നമുക്ക് യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥ്യം അപേക്ഷിക്കാം. എന്തെന്ത് അനുഗ്രഹങ്ങളും കൃപകളുമാണ് മാധ്യസ്ഥ്യം വഴി നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത്. 3-4 വർഷം മുമ്പ് ഞാൻ ഈ കപ്പേളയിൽ തന്നെ ദേവീബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്തെ കുറിച്ച് പറഞ്ഞു. തൊട്ടടുത്ത വർഷം ഞാൻ നമ്മുടെ യോസേപ്പ് പിതാവിന്റെ നാമത്തിലുള്ള ഒരു പള്ളിയിലായിരുന്നു ദേവീബലി അർപ്പിച്ചത്. അപ്പൊ ദേവീബലി എല്ലാം കഴിഞ്ഞ് അവർക്ക് ഊട്ടുനേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ദേവീബലി കഴിഞ്ഞ് ഒരു കൊച്ചു കുട്ടിയെയും കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം ആ കുടുംബം പറയുകയാണ്, ഇത് യോസേപ്പ് പിതാവിന്റെ കൊച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടുന്നാണ്, എന്താണ് നിങ്ങളുടെ സാക്ഷ്യം? കഴിഞ്ഞ വർഷം പിതാവ് ഈ കപ്പേളയിൽ ദിവ്യബലി അർപ്പിക്കുന്നുണ്ടല്ലോ, ഈ വലിയ വാനവും കപ്പോളയിൽ ദിവ്യബലി അർപ്പിച്ചു. ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് അവിടെ പിതാവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം ഉണ്ടെങ്കിൽ എന്ത് നടക്കും? അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഉടൻ തന്നെ ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുകയാണ്. എന്തോ ഒരു വലിയ അനുഗ്രഹം. നല്ലൊരു കൈയടി കൊടുക്കാവോ യോസേപ്പ് പിതാവിന്? അങ്ങനെ നമുക്ക് യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥ്യം ധാരാളമുണ്ട്. അങ്ങനെ അപേക്ഷിച്ചത് വ്യക്തിപരമായിട്ട് എന്റെ ഒരു മാധ്യസ്ഥ്യവും ഞാൻ പറയാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് നിങ്ങളിൽ ചിലരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടാകും. ഒരു വലിയ സാമ്പത്തിക ബാധ്യത വന്നു. അതിന് എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? അതിന്റെ എണ്ണമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിലും ഓർക്കുക, വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നു. അതിനെ മറികടക്കുന്നതിന് വേണ്ടി പല വിധത്തില് ഞാൻ വ്യക്തിപരമായി പരിശ്രമിച്ചു നോക്കി. ആ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ്, പക്ഷെ അത് പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ എന്റെ അടുത്ത് ഒരു ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പള് എന്റെ അടുത്ത് വെറുതെ ഇങ്ങനെ സംസാരിച്ച് എന്നെ ക്ഷണിക്കാൻ വന്നു. പിതാവേ, എന്റെ മകളുടെ വിവാഹമായി, പിതാവ് വന്ന് അത് ആശീർവദിക്കണം. വളരെ സന്തോഷം, ഞാൻ വരാം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മകളുടെ പഠനമൊക്കെ കഴിഞ്ഞു, വിവാഹത്തിനുള്ള സമയമായപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. യോസേപ്പ് പിതാവിന്റെ നൊവേന എല്ലാ ആഴ്ചയിലും ഞാൻ പോയി കൂടി. ഞാൻ ഒരേ നിയോഗമേ വെച്ചുള്ളൂ, എന്റെ മകളുടെ വിവാഹം നടക്കണം. ആ ഒരു നിയോഗമേ ഞാൻ വെച്ചുള്ളൂ. 3-ാമത്തെ മാസം ഒരേ ഒരു അന്വേഷണമേ വന്നുള്ളൂ. ഒരു വരന് മാത്രമേ അതിനെ അന്വേഷിച്ചുള്ളൂ. ആ വിവാഹം അപ്പോൾ തന്നെ നടന്നു. അത് യോസേപ്പ് പിതാവിന്റെ വലിയ മാധ്യസ്ഥ്യം കൊണ്ടാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലൊരു ബൾബ് തെളിഞ്ഞു. നിനക്ക് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ, നീ എന്തുകൊണ്ട് യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നില്ല? യോസേപ്പ് പിതാവിന്റെ നൊവേന പുസ്തകം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ തൊട്ടടുത്ത ദിവസം യോസേപ്പ് പിതാവിന്റെ നാമത്തിലുള്ള ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഇവിടെ നൊവേന പുസ്തകം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട്, ഒരെണ്ണം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. തരാം. അദ്ദേഹം ഞാൻ ആ നൊവേന പുസ്തകം വാങ്ങിക്കൊണ്ടുവന്നു. ആഴ്ചയിലൊന്നല്ല, എല്ലാ ദിവസവും നൊവേന ചെല്ലാൻ തുടങ്ങി. നമുക്ക് വേണ്ട എല്ലാ ദിവസവും നൊവേന ചെല്ലാൻ തുടങ്ങി.
എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എല്ലാ വാതിലുകളും അടഞ്ഞു, മാനുഷികമായിട്ടുള്ള രീതിയിലെല്ലാം തകർന്നു എന്ന് വിചാരിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ് യോസേഫ് പിതാവിലൂടെ. എനിക്ക് എന്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ ദൈവം നീക്കി തന്നു. ഒരു കൈയടിയും കൂടെ യോസേഫ് പിതാവിന് കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും യോസേഫ് പിതാവിന് മാധ്യസ്ഥം അപേക്ഷിച്ച് ധാരാളം അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് യോസേഫ് പിതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. യോസേഫ് പിതാവിന്റെ മാതൃക വിചരണവും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യോസേഫ് പിതാവിന്റെ മാതൃക മറ്റൊന്നുമല്ല, ഭയമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. എപ്പോഴും പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു യോസേഫ് പിതാവ്. അത് വലിയൊരു മാതൃകയാണ്. നമുക്കെല്ലാം യോസേഫ് പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ ജൂലൈ 30-ാം തീയതി നമ്മൾ നേരിട്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു നമുക്ക് നേരിട്ടത്. നാം ദൈവത്തിൽ ആശ്രയിക്കുക. ആരുണ്ട് ഇനി നമുക്ക്? നോക്കി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന അന്ന് വരെ താമസിച്ചിരുന്നതും നേടിയതുമെല്ലാം ഒലിച്ചു പോകുന്ന കണ്ട ഒരു ജനതയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. എന്തോ ഒരു ഭീകരമായ ഒരവസ്ഥ. അവിടെ ഞാൻ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ എത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വരികയാണ്. വന്നപ്പോൾ നമ്മുടെ പള്ളിയില് എല്ലാവരും ചേർന്നു. എല്ലാവരെയും ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് എല്ലാവരോടും പറഞ്ഞു. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രായമായ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നോക്കി നിൽക്കുമ്പോൾ എല്ലാം പോയി എൻ്റെ പിതാവേ, പക്ഷേ ദൈവം മാതാവിന്റെ വലിയ മാധ്യസ്ഥം കൊണ്ട്, യോസേഫ് പിതാവിന്റെ മാധ്യസ്ഥം കൊണ്ട്, അൽഫോൻസാമയുടെ മാധ്യസ്ഥം കൊണ്ട് ഞങ്ങൾക്ക് ജീവൻ തന്നല്ലോ. ഒരാൾ മാത്രമല്ലേ പോയുള്ളൂ, 40 പേര് മരിക്കേണ്ടതാണല്ലോ. എന്തൊരു പ്രത്യാശയുടെ വാക്കുകളാ. അമ്മ കരഞ്ഞു, ഞാനും കരഞ്ഞു പോയി. എല്ലാം തീർന്നു പോയാലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. അത് യോസേഫ് പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്.